അല്ല, അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായിട്ട് വായിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നൊന്നുമില്ല. ഗവർണർ അഡ്രസ് ചെയ്യണം എന്നാണ്, ഷാൽ അഡ്രസ് എന്നാണ്. ആ അഡ്രസ് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന, സർക്കാർ എഴുതി കൊടുക്കുന്ന സംഗതിയാണ്. അത് മുഴുവൻ വായിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. രണ്ട്, അങ്ങനെയുള്ള അഡ്രസ്സിൽ നമ്മുടെ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഡ്രസ് ചെയ്യാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇവിടെ 18ാമത്തെ പാരഗ്രാഫ് 2020 ബഡ്ജറ്റ് അഡ്രസ്സിൽ 2020 ഗവർണറുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒഴിവാക്കി. എന്തായിരുന്നു ആ പാരഗ്രാഫ്? രാജ്യത്തിലെ പാർലമെന്റ് പാസാക്കിയ നിയമം. ഏതാ വിഷയം? വിഷയം പൗരത്വം, സിറ്റിസൺഷിപ്പ്. ഈ സിറ്റിസൺഷിപ്പ് വിഷയം ഏത് സബ്ജക്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലോ, യൂണിയൻ ലിസ്റ്റിലോ, സ്റ്റേറ്റ് ലിസ്റ്റിലോ? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റിൽ പാർലമെന്റ് പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ട ഒരു നിയമത്തെ പറ്റി അതിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി പ്രസിഡന്റ് നിയമിച്ച ഗവർണറെ കൊണ്ട് വായിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അനൗചിത്യപരമാണ്. അത് ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹം വായിക്കേണ്ടുന്നത്. അപ്പൊ അതുപോലെ ഇത്തവണത്തെ പ്രസംഗത്തിൽ എന്താ പ്രശ്നം? ഇത്തവണത്തെ പ്രസംഗത്തില് അദ്ദേഹം വായിക്കാതിരുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് അറിയില്ല എന്നാ മുഖ്യമന്ത്രി വരെ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതിനപ്പുറം ഒന്നും അറിയില്ല. എന്നാലും ഞാൻ ഊഹിച്ചു പറയാണ്. തെറ്റാവാം, ശരിയാവാം. ഇതില് സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് കേന്ദ്രം ഇടപെടുന്നു എന്ന് പറയും. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2003 പാസാക്കിയ നിയമപ്രകാരമല്ലേ? GSDP-യുടെ 27% കടമെടുക്കരുതെന്നല്ലേ 2003 നിയമം? ആ നിയമം ബാധകമല്ലേ? അത് ബാധകമല്ലേ? അത് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമല്ലേ? അപ്പോ നിങ്ങളുടെ കടമെടുപ്പ് പരിധി കുറച്ചു കൊണ്ടുവരണം എന്നുള്ളത് അത് നിയമപരമായി ചെയ്യുന്നതാണ്. പിന്നെ 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിൽ നിന്നും വിപരീതമായി, വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത് നൽകുന്നില്ല. ഏതാണത്? എന്താണത്? പറ കേക്കട്ടെ. അത് കൃത്യമായി പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞല്ലോ. ഇപ്പം ഈ അടുത്ത ദിവസം, ഇനിയിപ്പോ അടുത്ത് വരാൻ പോവുകയാണ് ഫെബ്രുവരി 1-ന്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ MP ഇന്നെന്ന പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ഇന്നെന്ന പദ്ധതിക്ക് കേന്ദ്രം തരേണ്ട പൈസ തന്നിട്ടില്ല, എന്തുകൊണ്ടാണ് തരാത്തത് എന്ന ഒരു ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചോ? ഒറ്റ MP പോലും ഉന്നയിച്ചിട്ടില്ല. 2 വിഷയങ്ങളിൽ 2 MP-മാർ ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന് പോഷൻ പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതി. 2 തൊഴിലുറപ്പ് പദ്ധതി. രണ്ടും UDF MP-മാരാണ്. UDF MP-മാരാണ്. ആ UDF MP-മാർ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാർ ഉത്തരം കൊടുത്ത എന്താ? കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇതുവരെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു. പോഷൻ പദ്ധതിയിൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നും തരാനില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, അത് അവകാശ ലംഘനമാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. മിണ്ടാതിരുന്നു, ഒരക്ഷരം മിണ്ടാതിരുന്നു. അപ്പോൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. കേന്ദ്ര സർക്കാർ 15ാം ധനകാര്യ കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്നു എന്ന കാര്യം സ്പെസിഫിക്കായി ഉന്നയിക്കാതിരിക്കുക. എന്നാൽ വേഗായ രീതിയിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് നയപ്രഖ്യാപനത്തിൽ, പ്രസംഗത്തിൽ പറയുക. പിന്നെന്താ ഇവര് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ പറ്റി പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ പറ്റി പറയാൻ ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് അവകാശമുണ്ട്. അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് അത് കൃത്യതയോടുകൂടി പറയണം. ഇന്നെന്ന കാര്യങ്ങൾ എന്ന് അക്കമിട്ട് പറയണം. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യം നമ്മുടെ ഈ ബഡ്ജറ്റ് ഏതര കടമെടുപ്പാണ്. ബഡ്ജറ്റ് ഏതര കടമെടുപ്പ്
അത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തെറ്റാണ്. അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. എത്ര സംസ്ഥാനങ്ങൾക്ക്? 5 സംസ്ഥാനങ്ങൾക്ക്. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, കേരള. ഈ 5 സംസ്ഥാനങ്ങൾക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതല്ലേ? അത് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഇങ്ങനെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു സംവിധാനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് ഗവർണറെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വായിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് വായിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഉത്തരവാദിത്വം, നമുക്ക് എന്താ പറയാ, അതിന്റെ അറിവില്ല. എന്താണ് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ എന്ന് അറിവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഒറ്റ കാര്യം ഇതിൽ പറയുന്നുള്ളൂ. ചില ചില മര്യാദകളുണ്ട്. ഇപ്പൊ എല്ലാം ഭരണഘടനയിൽ എഴുതി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും, എല്ലാ കണ്ടിജൻസിയും ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ മര്യാദകൾ ഒരു കൂട്ടർ ലംഘിക്കുമ്പോൾ മറ്റേ കൂട്ടരും ലംഘിച്ചു എന്ന് വരും. ചില ആൾക്കാർ ലംഘിച്ചില്ല എന്നുണ്ടാവും, ചില ആൾക്കാർ അതൊക്കെ ആ വ്യക്തി, ഗവർണറുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അറിവും ബോധവും അനുസരിച്ചിരിക്കും. എല്ലാ ഗവർണർമാരും ഒരേപോലെ പെരുമാറണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് മര്യാദകൾ സംസ്ഥാന സർക്കാർ ലംഘിച്ചിട്ടുണ്ട്. മര്യാദകൾ സംസ്ഥാന സർക്കാർ ലംഘിച്ചാൽ ചിലപ്പോൾ ഗവർണറും ലംഘിച്ചിട്ടുണ്ടാവും. അതിപ്പോ അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നേ പറയാനുള്ളൂ. അതെ, നിലപാട് എന്താണ് എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്.